അതിനെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നോക്കൂ, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു പോസ്റ്റ് കാണാനിടയാണ്, അതായത് FB-യിലാണ് കണ്ടത്. ഈ പത്രപ്രവർത്തനത്തിൽ നിന്ന് എഴുത്തിൽ നിന്ന് മുഴുനീള ടെലികാസ്റ്റിലേക്ക് വാർത്തകൾ മാറിയതാണ് ഈ രംഗത്ത് ഇത്രത്തോളം മാലിന്യങ്ങൾ നിറയാൻ കാരണമായത് എന്നാണ് രഞ്ജിത്ത് ശങ്കർ എന്ന് പറയുന്ന സിനിമാ സംവിധായകന്റെ പോസ്റ്റാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ളതാണ്. പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം, അതായത് ഒരു സിനിമാ നടിയെ പറ്റി, അതായത് തമിഴിലെ ഒരു പ്രമുഖ താരത്തെ പറ്റി, യുവനടിയെ പറ്റി വളരെ അപകീർത്തകരമായിട്ടുള്ള ഒരു കാര്യം, ബോഡി ഷേമിങ്ങിന് സമാനമായ, അല്ലെങ്കിൽ ബോഡി ഷേമിങ് തന്നെ എന്ന് പറയാം, ഗൗരി എന്ന് പറയുന്ന യുവനടിയല്ലേ, ആ പുള്ളിക്കാരിക്ക് നേരെ ഉണ്ടായ ഒരു മാധ്യമ പ്രവർത്തന ചോദ്യം. ഇപ്പോൾ എന്താണ്, നമ്മളൊക്കെ വീട്ടിലിരുന്ന് ഇപ്പൊ അമ്മയൊക്കെ, നമ്മുടെ അമ്മ അച്ഛനൊക്കെ നമ്മളൊന്ന് കുറച്ച് എന്താണ് ക്ഷീണിച്ചിരുന്നാലോ, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പറ്റിയാലോ, അസുഖം വന്നാലോ ഒക്കെ ചോദിക്കും, ശരീരം ക്ഷീണിച്ചല്ലോ. അതിലൊരു വാത്സല്യമുണ്ട്, അതിലൊരു മാതൃത്വമുണ്ട്, അതിലൊരു പേരന്റിങ് ഉണ്ട്. അതേപോലെയാണ് ഒരു പൊതുവേദിയിൽ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന ഒരു യുവ നടിയുടെ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, താങ്കളുടെ ശരീരഭാരം എത്രയാണ്? അപ്പോൾ ഇപ്പൊ പൊതുവെ മാധ്യമ പ്രവർത്തകരെ പാപ്പരാസികൾ എന്നാണ് വിളിക്കുന്നത്. അത്തരത്തിൽ നടത്തുന്ന പ്രയോഗം ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയാത്തത്. വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഈ മാധ്യമ പ്രവർത്തനത്തിന് തന്നെ മറ്റൊരു വശം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ രണ്ടും നമുക്ക് രണ്ട് വശങ്ങളായിട്ട് തന്നെ കാണേണ്ടി വരും. കുറെ കാലമായിട്ട് ഈ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ആ ഒരു സിനിമാ മേഖലയുമായി സംബന്ധിച്ചായിരുന്നു ഇത്തരം ഒരു കാര്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു അപ്രസക്തമായിട്ടുള്ള കുറേയധികം കുറേയധികം കാര്യങ്ങൾ ചില സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണോ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒന്ന് വിലയിരുത്തേണ്ട സമയമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ഗൗരിയുടെ ഭാരത്തെ സംബന്ധിച്ച് നേരത്തെ കെവിൻ പറഞ്ഞതുപോലെ വാത്സല്യം ഗൗരിയോടല്ല, ഗൗരിയോടൊപ്പം അഭിനയിച്ച ആ നടനോടാണ്. ഈ ഇത്ര ചെറിയ പെൺകുട്ടിയെ, അല്ലെങ്കിൽ ഈ ഇത്രയും ഭാരമുള്ളത് എടുത്തു പൊക്കിയപ്പോൾ എന്തായിരുന്നു ഒരു അനുഭവം, ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ എന്നുള്ളതാണ്. ഗൗരിയെ സംബന്ധിച്ച് ഈ ഒരു ചോദ്യം ഇതിനു മുമ്പ് ഒരിടത്തൊന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ശരീരഭാരത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഉയർന്നു വന്ന സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല. പ്രതികരിക്കാൻ പറ്റാതിരുന്നതിൻ്റെതായിട്ടുള്ള മാനസിക വിഷമങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പൊട്ടിത്തെറി ആ വേദിയിൽ നടന്നത്. തീർച്ചയായിട്ടും അവർ പിന്നീട് പങ്കുവെക്കുന്നുണ്ട്, അവർക്ക് മുൻപ് ഈ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് വീണ്ടും ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് വേറെ ഒന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നായികയുടെ സങ്കല്പങ്ങൾ വീണ്ടും ഇപ്പൊ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പുരുഷനോട് നിങ്ങൾ പോയി ചോദിക്കോ, ഈ പുരുഷ ഹീറോസിനോട് പോയി നിങ്ങളുടെ പ്രായം എത്രയാണ്, ഈ ഏജിൽ നിങ്ങൾക്ക് ഇത് അഭിനയിക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം, ആരോടും ചോദിക്കരുത് എന്നുള്ളതാണ്. പ്രായത്തെ പറ്റി ചോദിക്കുന്നത് തെറ്റില്ല, വയസ്സെന്ന് പറയുന്നത് അത് ചോദിക്കാൻ കഴിയും. പക്ഷെ ഇത്തരത്തിൽ ഭാരം, നീ കറുത്തു പോയതല്ലേ, നീ മറ്റതല്ലേ, നീ മറിച്ചതല്ലേ, എന്നൊക്കെ ചോദ്യം, അത് ഈ കാലഘട്ടത്തിന് ചേർന്ന ചോദ്യമല്ല. അത് നോക്കൂ, അതായത് ഭാരത്തെ സംബന്ധിച്ച് ആ മാധ്യമ പ്രവർത്തകന് ഭാരത്തെ പറ്റി അറിഞ്ഞിട്ടെന്നാണ്. കേരളത്തിൽ സമാനമായ സാഹചര്യങ്ങളില്ലെങ്കിലും മറ്റൊരു രീതിയിലാണ്. അതായത് ഇവിടുത്തെ കുറേയധികം ഓൺലൈൻ മീഡിയകൾ ഘട്ടത്തിൽ എന്താണ്, കുറേയധികം സിനിമ സ്റ്റാറുകളായിട്ടുള്ള ആക്ടേഴ്സ്മാരുടെ പുറകെ ക്യാമറയുമായി പോകുന്നത് നമ്മൾ കാണുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. ഞാൻ പേരൊന്നും പരാമർശിക്കാൻ, നമ്മൾ ഉൾപ്പെടെയുള്ളവർ, അതായത് നമ്മുടെ ഉൾപ്പെടെയുള്ളവർ ഫീഡുകളിൽ അൺഡു ചെയ്ത്, അതായത് ഇഷ്ടമല്ല എന്ന് ഹൈഡ് ചെയ്ത് വിട്ടാലും ഇത്തരത്തിലുള്ള റീലുകൾ കൊണ്ട് നിറയുകയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവർ ലിസ്റ്റ്. നമ്മൾ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആണ് അപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോഴും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പച്ചയായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഈ ആംഗിളിലൊക്കെ എന്തിനാണ് എടുത്തു വെക്കേണ്ടത്, ഈ ചോദ്യം എന്തിനാണ് ചോദിച്ചത്, അപ്പൊ അതിന്റെ അപ്പുറത്തേക്കും മില്യൺസ് ഓഫ് വ്യൂസും ഉണ്ട്, മില്യൺസ് ഓഫ് ആൾക്കാർ ഫോളോ ചെയ്യുന്ന. അതെ, പ്രത്യേക രീതിയിലുള്ള ആംഗിളുകളിലാണ് നടന്നു പോകുമ്പോൾ ശരീരഭാവങ്ങൾ മാത്രം സൂം ചെയ്തെടുക്കുകയും മറ്റും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനം. അത് ഇവിടുത്തെ ഓൺലൈൻ, നമ്മളെല്ലാവരും തന്നെ ഓൺലൈൻ മീഡിയ, പക്ഷെ ഓൺലൈൻ മീഡിയകളും പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. അതൊന്നും തന്നെ പാലിക്കാതെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോ ഷൂട്ടിംഗ്, അതൊന്നും തന്നെ എന്താണ് ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല. പലരും പല ഘട്ടങ്ങളിലും ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ ക്യാമറ എടുത്ത് ദീസ് പീപ്പിൾ ആർ ഫോളോയിങ് മീ, ഇവരാണ് ഇത്തരത്തിൽ വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒപ്പിയെടുത്ത് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലുമുള്ള സോഷ്യൽ മീഡിയ പേജുകൾ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വെച്ച് ഇവരെ പ്രദർശിപ്പിക്കുന്നൊക്കെ. അപ്പൊ അതിനെതിരെയുള്ള വ്യാപകമായ ചർച്ചകളൊക്കെ ഉയർന്നു. ഈ ഗൗരിയുടെ ഈ ഒരു വിഷയം വന്ന സമയത്ത് കെവിൻ ആദ്യം പറഞ്ഞല്ലോ, ഒരാളുടെയും ഭാരത്തെ പറ്റി നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷെ അവർ എടുത്തു പറയാനായിട്ടുള്ള കാര്യം, ഇതിനു മുൻപ് ഒരുപാട് സ്ത്രീകളുടെ വിക്റ്റിം ആയിട്ടുള്ളത് കൊണ്ടാണ്. ഇതിനു മുമ്പ് അപർണ ബാലമുരളിക്ക് വണ്ണം കൂടിയ സമയത്ത്
ഈ നമ്മുടെ ധനുഷിന്റെ ഒരു ചിത്രത്തിലായിരുന്നു ഇവരെ എടുത്തു പൊക്കിയിട്ടുള്ള ഒരു ഗാനം ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ അത്ഭുതത്തോടെ എങ്ങനെയാ ഇത്ര ഭാരമുള്ള ആളെ എങ്ങനെയാണ് എടുത്തു പൊക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ആക്ട്രസ് കല്യാണം കഴിച്ച സമയത്ത് നമ്മുടെ വടക്കൻ സെൽഫിയിലേക്കുള്ള പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ ആ ഒരു ആക്ട്രസ് മഞ്ജിമയുടെ വിവാഹ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിച്ചത് എന്ത് വണ്ണമാണ് മഞ്ജിമയ്ക്ക്, മഞ്ജിമയുടെ നേരത്തെ ആ ഒരു ലുക്കിലേക്ക് തിരിച്ചു പോയിക്കൂടെ, മഞ്ജിമ എന്താ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാത്തത്. ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ച് കേട്ട് പരിചിതമാണ്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവസാനമായി ഗൗരി വന്നപ്പോ ഗൗരിക്ക് ആദ്യ സമയത്ത് ഇത് കേട്ടപ്പോ പ്രതികരിക്കാൻ പറ്റിയില്ല. 1-2 തവണ പ്രതികരിച്ചു പിന്നെ ഇനിയും നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്റെ ആക്ടിങ്ങിനെ പറ്റി വിമർശിക്കൂ, എന്റെ കലയിൽ ഞാൻ ഈ ചെയ്തതിനെ പറ്റി വിമർശിക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം എന്നോട് ചോദിക്കൂ. അല്ലാതെ ഇത്തരത്തിലുള്ള നിസാരമായിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഈ ചികഞ്ഞെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഗൗരിയോടൊപ്പം നിന്നിട്ടുള്ള 2 ആൾക്കാരാണ് ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന് ഖുഷ്ബുവും അതേപോലെ തന്നെ ചിന്മയിയുമാണ്. ചിന്മയെ സംബന്ധിച്ച് ഇതേപോലെ തന്നെ ഒരു ലൈംഗിക ആരോപണം ചിന്മയി തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് അനുഭവിച്ചത് പറഞ്ഞ സമയത്ത് അവരെ ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുഷ്ബുവിനെ സംബന്ധിച്ചാണെങ്കിൽ പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഈ നടിക്കും യുവ നടിക്കും സമാനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരും. ഇത്തരം അനുഭവങ്ങളെ പറ്റിയിട്ടാണ് ഗെയിം ചോദിച്ചത്. അതായത് ഇത്തരത്തിൽ ഒരു കാര്യത്തിന് നേരെയുള്ള ശബ്ദമുയർത്തിയാൽ അവരെ സിനിമകൾ നിന്ന് മാറ്റി നിർത്തുക, അവസരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ള ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ 2 പേരെ സപ്പോർട്ട് ചെയ്തു വന്നു. ഖുഷ്ബു മറ്റൊരു നടിയുടെ പേര് ചിന്മയി ഒരു ഗായികയാണ്. അവർക്ക് ഒരുപാട് അവസരങ്ങൾ ചിന്മയെ മാറ്റി നിർത്തപ്പെട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഖുഷ്ബു അതേപോലെ തന്നെ ചിന്മയി, ഇവർ 2 പേരുമാണ് പിന്തുണച്ചെത്തിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റി നിർത്തലുകൾ ഇവർക്ക് നേരിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ യുവനടിക്കും സമാനമായ അനുഭവമായിരിക്കില്ല ഇനി അവരെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ഈ മോളിവുഡിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ നടിമാരും വന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾക്ക് സമാനമായിട്ടുള്ള കഥാപാത്രങ്ങള് സംവിധായകർ നിങ്ങളെ അഭിനയിക്കാൻ തോന്നിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഈ ആൾക്കാരൊക്കെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ സംഘടനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ഇവരെ മാറ്റി നിർത്തിയതെന്ന് നമുക്കറിയാൻ പറ്റും. അതിനപ്പുറത്തേക്കും ഈ ഒരു ഗൗരിയുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഗൗരിയെയും ഇവരെയും തമ്മിൽ ഒന്ന് ആ പ്രശ്നം ഒന്ന് തീർക്കുക, അല്ലെങ്കിൽ ഇവര് അവിടെ ആ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ ആ സ്പേസിനെ ഒന്ന് ഗൗരിയെ ആശ്വസിപ്പിച്ചിട്ട് മിണ്ടാതിരിക്കൂ, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കും. അതിനകത്തില് എനിക്ക് കണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആട്ട മൂവി ഇല്ലേ, ആട്ട മൂവിക്കകത്തില് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷെ അവിടെയുള്ള ബാക്കി അത്ര ആൾക്കാർ എന്താ ചെയ്തത്, ആ തെറ്റ് അഡ്രസ്സ് ചെയ്യരുത്, അല്ലെങ്കിൽ അതിവിടെ നിർത്തണം, നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അപ്പൊ ഇത് ഫോക്കസ് ചെയ്താൽ മതി. അതേപോലെ തന്നെയാണ് എനിക്ക് ആ ഒരു ആ ഒരു പ്രൊമോഷന്റെ ആ ഒരു മൊത്തം ക്രൂവിനോടും തോന്നിയത്. ബാക്കി എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുക, ഇത്ര വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഗൗരിയോട് മിണ്ടാതിരിക്കും, ആശ്വസിക്കൂ, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ നമുക്ക് സോൾവ് ആക്കാം. ഈ പറഞ്ഞ കാര്യത്തെ പറ്റി അഡ്രസ് ചെയ്ത് ഗൗരിക്ക് ഒരു സപ്പോർട്ടായിട്ട് അവിടെ ഒരു മനുഷ്യന് നിന്നിട്ടില്ലായിരുന്നു. അപ്പൊ തോന്നുന്നത് ആ ഒരാള് ചോദ്യം ചോദിച്ച ഒരാളില്ലേ, ആ ആളെ പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും തന്നെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സിനിമാ മേഖലയിൽ കൂടുതൽ ചർച്ചകൾക്കും അതേപോലെ ഒരുപാട് പ്രതികരണങ്ങൾക്കും ഒക്കെ ഇടയാക്കാൻ വഴിയുണ്ട്. എന്തായാലും ഇത്തരം ബോഡി ഷേമിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഇനി പുലർത്തണം. അത്തരമുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ സ്ക്രൂട്ടണിയും ഒരു ഗേറ്റ് കീപ്പിങ്ങുകൾ ഇത് കാര്യത്തിൽ വേണം. ഗൗരിയെ പോലുള്ളവർ ഇനിയും ശബ്ദമുയർത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഇതിൽ നിന്ന് പുറത്താക്കാൻ കഴിയൂ.